ഓസ്ട്രേലിയ ചുട്ടുപൊള്ളുന്നു. അതീവ ജാഗ്രത. കാട്ടുതീ ഭീഷണി തുടരുന്നു. സൗത്ത് ഓസ്ട്രേലിയയുടെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും കടുത്ത ഉഷ്ണതരംഗവും അതിതീവ്രമായ കാട്ടുതീ ഭീഷണിയും തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. വരും ദിവസങ്ങളിൽ താപനില 45 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ഉയരാൻ സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. ഇന്നത്തെ സ്ഥിതി: അഡലെയ്ഡിലും മെൽബണിലും ഇന്ന് 42 ഡിഗ്രി സെൽഷ്യസ് ചൂട് രേഖപ്പെടുത്തി. മെൽബണിൽ 2020 ജനുവരിക്ക് ശേഷമുള്ള ഏറ്റവും ചൂടേറിയ ദിവസമാണിന്ന്. വിക്ടോറിയയുടെ മധ്യ പടിഞ്ഞാറൻ ഭാഗങ്ങളിലും ദക്ഷിണ ഓസ്ട്രേലിയയുടെ തെക്കൻ മേഖലകളിലും എക്സ്ട്രീം ഫയർ ഡേഞ്ചർ പ്രഖ്യാപിച്ചു. മെൽബൺ നഗരം ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ ടോട്ടൽ ഫയർ ബാൻ നിലവിലുണ്ട്. ടാസ്മാനിയയുടെ വടക്കൻ കിഴക്കൻ ഭാഗങ്ങളിലും ചൂട് കനക്കുകയാണ്. ലോൺസെസ്റ്റണിൽ 32 ഡിഗ്രി വരെ ചൂട് രേഖപ്പെടുത്തി. വരും ദിവസങ്ങളിലെ പ്രവചനം: വ്യാഴാഴ്ച മെൽബൺ ഉൾപ്പെടെയുള്ള തെക്കൻ വിക്ടോറിയയിൽ താപനില 30 ഡിഗ്രിയായി കുറഞ്ഞ് നേരിയ ആശ്വാസം ലഭിക്കുമെങ്കിലും വടക്കൻ മേഖലകളിൽ ബെൻഡിഗോ, ഷെപ്പാർട്ടൺ, വാങ്കരട്ട ചൂട് 40 ഡിഗ്രിക്ക് മുകളിൽ തന്നെ തുടരും. വെള്ളിയാഴ്ച ഏറ്റവും അപകടസാധ്യതയുള്ള ദിവസം. വെള്ളിയാഴ്ചയായിരിക്കും ഈ ആഴ്ചയിലെ ഏറ്റവും വലിയ ഭീഷണി. മെൽബണിൽ വീണ്ടും ചൂട് 40 ഡിഗ്രിയിലെത്തും. വിക്ടോറിയയുടെ മിക്ക ഭാഗങ്ങളിലും ദക്ഷിണ ഓസ്ട്രേലിയയിലും കാട്ടുതീ ഭീഷണി പരമാവധിയായിരിക്കും. ശനിയാഴ്ച ചൂട് ന്യൂ സൗത്ത് വെയിൽസിലേക്ക് വ്യാപിക്കും. സിഡ്നിയിൽ 40 ഡിഗ്രി വരെ ചൂട് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. പുതിയ വെല്ലുവിളികൾ: ഡ്രൈ ലൈറ്റ്നിംഗ്. വ്യാഴം വെള്ളി ദിവസങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ കാറ്റിന് സാധ്യതയുണ്ട്. എന്നാൽ വായു അമിതമായി ഉണങ്ങിയിരിക്കുന്നതിനാൽ മഴ ഭൂമിയിൽ പതിക്കുന്നതിന് മുൻപേ ആവിയായി പോകുന്നു. ഇത് ഇടിമിന്നൽ വഴി പുതിയ കാട്ടുതീ ഉണ്ടാകാൻ കാരണമായേക്കാം. ശക്തമായ കാറ്റ്. വടക്ക് പടിഞ്ഞാറൻ ദിശയിൽ നിന്നുള്ള ശക്തമായ കാറ്റ് തീ അതിവേഗം പടരാനിടയാക്കും. ആരോഗ്യ പ്രശ്നങ്ങൾ: രാത്രികാലങ്ങളിലും ചൂട് കുറയാത്തതിനാൽ ശരീരത്തിന് വിശ്രമം ലഭിക്കാതെ വരുന്നത് ഹീറ്റ് സ്ട്രോക്കിന് കാരണമാകും. കൂടാതെ വൈദ്യുതി വിതരണ സംവിധാനങ്ങളിലും അമിത സമ്മർദ്ദം അനുഭവപ്പെട്ടേക്കാം. നിർദ്ദേശം: പ്രാദേശിക എമർജൻസി സർവീസുകളുടെ അറിയിപ്പുകൾ കൃത്യമായി പാലിക്കുക. വൈസ് എമർജൻസി അല്ലെങ്കിൽ അലേർട്ട് എസ്എ പോലുള്ള ആപ്പുകൾ വഴി ഏറ്റവും പുതിയ വിവരങ്ങൾ അറിയുക. ധാരാളം വെള്ളം കുടിക്കുകയും വീടിനുള്ളിൽ തന്നെ കഴിയുകയും ചെയ്യുക.